ലോകശക്തിയെന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയുടെ സൈനിക ഗർവിനേറ്റ് കനത്ത പ്രഹരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ മണ്ണിൽ ദൃശ്യമായത്. തങ്ങളുടെ തകർന്നുവീണ് F-15E വിമാനത്തിലെ പൈലറ്റിനെ രക്ഷിക്കാനെന്ന വ്യാജേന അതീവ രഹസ്യമായി ഇറങ്ങിയ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സിന് ഇറാന്റെ കരുത്തുറ്റ പ്രതിരോധത്തിനു മുന്നിൽ മണിക്കൂറുകൾ പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പൈലറ്റിനെ രക്ഷിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് അവകാശപ്പെടുമ്പോഴും അതിനായി അവർക്ക് നൽകേണ്ടി വന്ന വില എത്ര വലുതാണെന്ന് ലോകം കണ്ടു. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന തങ്ങളുടെ അത്യാധുനിക ഹെലികോപ്റ്ററുകളും യുദ്ധസാമഗ്രികളും തിരികെ കൊണ്ടുപോകാൻ പോലും കഴിയാത്ത വിധം പരിഭ്രാന്തരായ അമേരിക്കൻ സൈന്യം അവ ശത്രുവിന്റെ കൈവശം അകപ്പെടാതിരിക്കാൻ സ്വന്തം വിമാനങ്ങൾക്ക് തന്നെ ബോംബിട്ട് നശിപ്പിച്ച് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒരു പൈലറ്റിനെ മാറ്റാൻ വേണ്ടി വന്നവർക്ക് പോലും ഇത്ര വലിയ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നുവെങ്കിൽ ഇറാന്റെ മണ്ണിൽ ഒരു കരയുദ്ധത്തിന് മുതിർന്നാൽ അത് അമേരിക്കൻ സൈന്യത്തിന്റെ പൂർണ്ണമായ തകർച്ചയായിരിക്കുമെന്നതിൽ ഇനി തർക്കമില്ല. അത്യാധുനിക ആയുധങ്ങളുമായി വന്നാലും ഇറാന്റെ പോരാട്ട വീര്യത്തിനു മുന്നിൽ അമേരിക്ക വെറും നിസ്സാരമാണെന്ന് ഈ പരാജയം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. വഴിതെറ്റി വന്നാൽ വഴിമുട്ടിപ്പോകുമെന്ന് ഇറാന്റെ മണ്ണ് അധിനിവേശക്കാർക്ക് നൽകുന്ന കൃത്യമായ താക്കീതാണിത്.